is a political animal. ഒരു ശരാശരി മലയാളിയുടെ ജീവിതത്തിന്റെ ഭാഗമാണ് പൊളിറ്റിക്സ്. ഒരേ പാർട്ടിയിലുള്ള രണ്ടുപേരാണ് ഗോപിയും മൽഘോഷും. പേര് പോലെ തന്നെ അവരുടെ സ്വഭാവത്തിലും വ്യത്യാസമുണ്ട്. മലയാളി പേരുള്ള ആൽപ്പറമ്പിൽ ഗോപി തനി പാർട്ടിക്കാരനാണെങ്കിലും നാട്ടുകാരും വീട്ടുകാരും ഒക്കെ വേണം. നോർത്ത് ഇന്ത്യൻ പേരുള്ള മൽഘോഷ് പേര് പോലെ തന്നെ അല്പം തീവ്രത കൂടുതലാണ്. കുത്തിത്തിരിപ്പും ആൾക്കാരെ തമ്മിലടുപ്പിക്കുന്ന വ്യക്തിയുമാണ്. ഫസ്റ്റ് ഹാഫിലെ കോമഡി സീനുകൾ അല്പം ക്രിഞ്ചായി തോന്നി. പ്രത്യേകിച്ചും ധ്യാൻ നിവിൻ കോംബോ സീനുകളിൽ ഏറ്റുകൂട്ടൽ അനുഭവപ്പെടുന്നുണ്ട്. പക്ഷെ സെക്കൻഡ് ഹാഫിൽ നിവിന്റെ കോമഡി നല്ലതുപോലെ കണക്ട് ചെയ്യുന്നുണ്ട്. നിവിൻ സാഹിബ് രംഗങ്ങളൊക്കെ രസകരമായി. നിവിൻ ഒറ്റയ്ക്ക് തന്നെ സിനിമ മുന്നോട്ട് കൊണ്ടുപോയി എന്ന് തന്നെ പറയാം. നിവിന്റെ കോമഡി ടൈമിംഗ് വേറെ ലെവൽ തന്നെ. കോമഡി റോൾസ് ചെയ്യാൻ ഒരുപാട് നല്ല സഹനടന്മാരുണ്ടെങ്കിലും താരങ്ങളിൽ നല്ലതുപോലെ കോമഡി ടൈമിംഗ് ഉള്ളത് ഗോവിന്ദയും കമൽഹാസനും പിന്നെ നമ്മുടെ ലാലേട്ടനുമാണ്. ഇന്നത്തെ താരങ്ങളിൽ അത് നിവിൻ പോളിയാണ്. കോമഡി പെട്ടെന്ന് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയ സ്കില്ലല്ല. ഇന്ത്യയിൽ തന്നെ കോമഡി ടൈമിംഗ് നമ്പർ 1 നിവിൻ പോളിയാണെന്ന് പറയാം. മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയുക. ഇത് മലയാള സിനിമയിൽ നല്ല കോമഡി ടൈമിംഗ് ഉള്ള ഉയർന്നു വരുന്ന ഒരു താരമുണ്ട്. ആളെ മനസ്സിലായെങ്കിൽ കമന്റ് ബോക്സിൽ പറയുക. നിവിൻ വന്നപ്പോൾ വിന്റേജ് ലാലേട്ടനുമായി കമ്പാരിസൺ ഉണ്ടായെങ്കിലും സ്വന്തമായി ശൈലിയുള്ള നടനാണ് നിവിൻ. ഈ സിനിമയിൽ ധ്യാൻ നിവിൻ കോംബോ സീൻസിനേക്കാളും നമുക്ക് ഇഷ്ടപ്പെട്ടത് നിവിന്റെ സോളോ സീൻസ് ആണ്. വർഷങ്ങൾക്ക് ശേഷം സിനിമയുടെ വിജയത്തിന്റെ ഒരു പ്രധാന പങ്കും നിവിന്റെ സോളോ കോമഡി ആക്ടിംഗ് തന്നെയാണ്. ഒരുപാട് നല്ലതും ക്രിഞ്ചും ഒക്കെ ആയിട്ടാണ് ഫസ്റ്റ് ഹാഫ് അവസാനിച്ചതെങ്കിലും സെക്കൻഡ് ഹാഫ് ആണ് സത്യത്തിൽ സിനിമയെ രക്ഷപ്പെടുത്തിയത്. ഷൈൻ ടോം ചാക്കോയുടെ രംഗം തിയേറ്ററിൽ കയ്യടി ഉണ്ടായി. നല്ല തമാശയിൽ തുടങ്ങി ഇമോഷണൽ കണക്റ്റായി കുറച്ച് ലാഗ് വന്നുവെങ്കിലും അടിപൊളി രീതിയിൽ തന്നെ സിനിമ അവസാനിച്ചിട്ടുണ്ട്. കഥ പറയുമ്പോൾ സിനിമയിലെ മമ്മൂട്ടിയുടെ കഥാപാത്രത്തിന്റെ പ്രസംഗം പ്രേക്ഷകരുമായി ഇമോഷണലി കണക്ട് ആയതുപോലെ തന്നെ ഈ സിനിമയിലും ക്ലൈമാക്സ് പ്രേക്ഷകരുമായി ഇമോഷണലി കണക്ട് ആവുന്നുണ്ട്. ശ്രദ്ധിക്കപ്പെട്ട മറ്റൊരു കാര്യം, വളരെ സേഫ് സോണിൽ നിന്നുള്ള പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഉള്ള കോമഡിയാണ് സിനിമയിൽ ഭൂരിഭാഗവും. പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് കൂടിപ്പോ ഹാസ്യത്തിന്റെ സ്വാഭാവിക സൗന്ദര്യം കുറഞ്ഞു പോയോ എന്നൊരു സംശയം. പെർഫോമൻസ് വെച്ച് നോക്കിയാൽ പ്രേമത്തിനു ശേഷം നിവിന്റെ 360 ഡിഗ്രി പെർഫോമൻസ് എന്ന് തന്നെ പറയാം. പാകിസ്ഥാനി സാഹിബായി അഭിനയിച്ച ദീപക് ജെത്തിയുടെയും അവരുടെ മകളുടെയും പെർഫോമൻസ്, മഞ്ജു പിള്ളയുടെ അഭിനയം ഇതൊക്കെ എടുത്തു പറയേണ്ടതാണ്. സോങ്സ് ഒക്കെ ആവറേജ് ആണെങ്കിലും ബാക്ക്ഗ്രൗണ്ട് സ്കോർ മികച്ചു നിന്നു. സിനിമയിലെ ഏറ്റവും ഹിറ്റ് സോങ് ആയ വേൾഡ് മലയാളി ആന്തം ലാസ്റ്റ് ടൈറ്റിൽ കാർഡിൽ വെക്കാമായിരുന്നു. പ്രണയവും റൊമാൻസും ഇഷ്ടപ്പെടുന്നവർക്ക് റോം കോം കണക്ട് ആവും എന്നതുപോലെ തന്നെ മതസൗഹാർദ്ദവും മനുഷ്യ സൗഹാർദ്ദവും വിശ്വസിക്കുന്നവർക്ക് ഇന്നത്തെ സമൂഹത്തിന്റെ നേർക്കാഴ്ചയുമായി കണക്ട് ചെയ്യാൻ സാധിക്കും. ഈ സിനിമയുടെ പ്രൊമോഷൻ വളരെ ഡിസാസ്റ്റർ ആയി തോന്നി. ഒരു സിനിമയുടെ ഫസ്റ്റ് സെറ്റ് ഓഫ് ഓഡിയൻസ് ആരാവണം എന്ന് തീരുമാനിക്കുന്നത് പ്രൊമോഷൻ ടീമും ആ സിനിമയുടെ ജോണറുമാണ്. ഒരു നിവിൻ ധ്യാൻ സിനിമയായി പ്രൊമോട്ട് ചെയ്യപ്പെടുകയും എന്നാൽ കാര്യങ്ങൾ കൈവിട്ടു പോകും എന്ന അവസാന സമയത്താണ് ഇത് ഡിജോ ഷാരിസ് സിനിമയാണ് എന്നറിയിച്ചത്. ഒരു വടക്കൻ സെൽഫി പ്രതീക്ഷിച്ച് വന്ന പകുതി ഓഡിയൻസും ജനഗണമന പ്രതീക്ഷിച്ച ഞാൻ ഉൾപ്പെടെയുള്ള ഓഡിയൻസും ഒന്നിച്ചിരുന്നാണ് സിനിമ കണ്ടത്. അതുകൊണ്ട് തന്നെ പ്രേക്ഷകരിൽ നിന്നും ഒരു മിക്സഡ് റെസ്പോൺസ് ആണ് ഈ സിനിമയ്ക്ക് ഉണ്ടായിട്ടുള്ളത്. ഒരു ഉദാഹരണം പറയാം. പോലീസ് സ്റ്റേഷൻ സീനിൽ ഞങ്ങൾ നമ്മുടെ പാർട്ടി 30 സീറ്റ് പിടിക്കുകയും ഭരണം പിടിക്കുകയും ചെയ്യും എന്നതിലെ തമാശ മനസ്സിലാകുന്നത് പൊളിറ്റിക്കൽ ന്യൂസ് ഫോളോ ചെയ്യുന്ന ഒരാൾക്കാണ്. ഈ വർഷം ഇറങ്ങിയ മലൈക്കോട്ടെ വാലിബനും ഒരു മാർക്കറ്റിംഗ് പരാജയമായിരുന്നു. ഇതൊരു ലാലേട്ടൻ സിനിമയല്ല, ഒരു ലിജോ ജോസ് സിനിമയാണെന്ന് പ്രൊമോട്ട് ചെയ്തിരുന്നെങ്കിൽ നരസിംഹവും ബാഹുബലിയും പ്രതീക്ഷിച്ച ഫാൻസ് വരില്ലായിരുന്നു. മതപരമായ അസഹിഷ്ണുത സമൂഹങ്ങളിൽ വിനാശകരമായ സ്വാധീനം ചെലുത്തുന്നു. അത് ജീവിതങ്ങളെ നശിപ്പിക്കുന്നു, സമൂഹങ്ങളെ ദുർബലപ്പെടുത്തുന്നു, പുരോഗതിയെ തടസ്സപ്പെടുത്തുന്നു. മതസൗഹാർദ്ദം, വിദ്യാഭ്യാസം, സ്ത്രീ ശാക്തീകരണം എന്നിവയ്ക്ക് സമൂഹത്തെ മാറ്റാൻ കഴിയും എന്ന മെസ്സേജ് സിനിമ നൽകുന്നു. പലയിടത്തും അല്പം പ്രീച്ചിയായി അനുഭവപ്പെട്ടെങ്കിലും ഈ സിനിമ പ്രശംസ അർഹിക്കുന്ന അറ്റംപ്റ്റ് തന്നെയാണ്. ഡയറക്ടർ ഡിജോ പറയുന്നത് ഇതൊരു പ്രകൃതി പടമല്ല, ഒരു പൊളിറ്റിക്കൽ വികൃതി പടമാണെന്ന്. അത് അങ്ങനെ തന്നെ പ്രൊമോട്ട് ചെയ്യാമായിരുന്നു. സമകാലിക രാഷ്ട്രീയമാണ് വിഷയമെങ്കിലും ജനഗണമനയോളം എത്തുന്നില്ല. മലയാളിയുടെ മതസൗഹാർദ്ദം, സഹാനുഭൂതി, സെക്യുലറിസം എന്നിവയുടെ ട്രിബ്യൂട്ടാണ് മലയാളി ഫ്രം ഇന്ത്യ. മലയാളം സിനിമയിൽ എല്ലാ കാലത്തും പൊളിറ്റിക്കൽ സിനിമകൾ ഇറങ്ങാറുണ്ട്. 80കളിൽ IV ശശി, ദാമോദരൻ കൂട്ടുകെട്ടിൽ, ഈ നാട്, വാർത്ത, ആവനാഴി, 1921 തുടങ്ങിയ സൂപ്പർ ഹിറ്റ് സിനിമകളും 90കളിൽ ഷാജി കൈലാസ്, രഞ്ജി പണിക്കർ കൂട്ടുകെട്ടിൽ, ഏകലവ്യൻ, കമ്മീഷണർ, കിങ് എന്നിവയും തിയേറ്ററുകളിൽ പ്രകമ്പനം കൊള്ളിച്ചിട്ടുണ്ട്. പക്ഷെ കഴിഞ്ഞ 25 കൊല്ലം മുരളി ഗോപിയുടെ സിനിമകൾ അല്ലാതെ മറ്റ് പൊളിറ്റിക്കൽ മൂവീസ് ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം. പഞ്ചവടിപ്പാലം, സന്ദേശം, എന്നാ താൻ കേസുകോട് എന്നീ സറ്റയർ പൊളിറ്റിക്കൽ സിനിമകൾ അടങ്ങിയ ഒരു സബ് ജോണർ ഉണ്ടെങ്കിലും കമ്മീഷണർ പോലെയുള്ള പൊളിറ്റിക്കൽ ത്രില്ലേഴ്സ് ആണ് പ്രേക്ഷകരെ തിയേറ്ററിൽ ആവേശം കൊള്ളിക്കുന്നത്. ക്വീൻ, ജനഗണമന, മലയാളി ഫ്രം ഇന്ത്യ എന്നിവയിലൂടെ ഉയർന്നു വരുന്ന ഒരു പുതിയ പൊളിറ്റിക്കൽ ഡയറക്ടർ റൈറ്റർ കോംബോ ആണ് ഡിജോ ഷാരിസ്. ക്വീൻ സിനിമയിൽ സ്ത്രീകളുടെ സ്വാതന്ത്ര്യമാണ് വിഷയമെങ്കിൽ ജനഗണമനയിൽ എൻകൗണ്ടർ പൊളിറ്റിക്സ് ആണ് വിഷയം. എന്നാൽ ഈ സിനിമയിൽ പ്രധാന വിഷയം സീസറിനുള്ളത് സീസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും എന്ന അർത്ഥം വരുന്ന സെപ്പറേഷൻ ഓഫ് സ്റ്റേറ്റ് ആൻഡ് റിലിജിയൻ ആണ്.
ഭ്രമയുഗവും നൻപകൽ നേരത്ത് മയക്കവും പൊളിറ്റിക്കൽ അലഗറി ആണെങ്കിലും ഒരുപാട് പേർക്ക് അതിന്റെ ഉള്ളടക്കം മനസ്സിലായിട്ടില്ല. ഈ സിനിമയുടെ ഡീകോഡിംഗ് വീഡിയോ കമന്റ് സെക്ഷനിലുണ്ട്, കാണുക. പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ.